സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ആശംസിക്കുകയും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ അല്പസമയം എന്നോട് സഹകരിക്കുവാൻ നിങ്ങൾ മുതിർന്നാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സമയമായത് മാറും നിശ്ചയം. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് കടക്കാം. 2 മാസത്തിലധികമായി വിശുദ്ധ ബൈബിളിലെ ചില വചനങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാന ശില മഹാദൈവത്തിന് ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് എന്തുണ്ട്? സങ്കീർത്തനം 115:16 വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യന് കൊടുത്തിരിക്കുന്നു. സങ്കീർത്തനം 49 പറയുന്നു: പാതാളം അവരുടെ പാർപ്പിടം, മൃത്യു അവരെ മേയിക്കുന്നു. പാതാളം മരിച്ചവർക്ക് വേണ്ടി, ഭൂമി മനുഷ്യർക്ക് വേണ്ടി, സ്വർഗം ദൈവത്തിന് വേണ്ടിയുള്ളത്. ഭൂമിയിൽ ദൈവത്തിന് എന്തുണ്ട് എന്ന അടിസ്ഥാന ചിന്തയിൽ നിന്നുകൊണ്ട് ഏദൻ തോട്ടത്തെ നമ്മൾ നോക്കി. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ കുടുംബമായ ആദം കുടുംബം ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി നിൽക്കാൻ മനസ്സില്ലാതെ വഴുതിപ്പോയി. തുടർന്നുള്ള അവരുടെ സന്തതി പരമ്പരയിൽ നിന്ന് ദൈവം പുറത്തെടുത്ത ഒരു ഭാഗമാണ്, ഒരു സമൂഹമാണ് ഇസ്രായേൽ. ഇസ്രായേലും അതുപോലെ തന്നെ കാലപ്പഴക്കത്തിൽ ദൈവത്തിന് അന്യം വന്നുപോയി, അഥവാ വിദൂരതയിലായിപ്പോയി. അവിടെയും ദൈവം പിന്മാറിയില്ല. ജനം വഴി വിട്ടു പോയെങ്കിലും ദൈവം പിന്മാറിയില്ല. അടുത്തത് ദൈവം ആരംഭിച്ചതാണ് യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ സഭയെ വാർത്തെടുക്കാൻ, അഥവാ പണിതെടുക്കാൻ, ശുദ്ധീകരിച്ചെടുക്കാൻ കർത്താവ് തീരുമാനിച്ചു. ആദാം പാപം ചെയ്ത കാലം മുതൽ, അഥവാ നിയമലംഘന കാലം മുതൽ മനുഷ്യരെല്ലാം പാപികളായി തീർന്നു. ആ തലമുറയെല്ലാം പാപികളായി തീർന്നു. ആദാമിൻ്റെ ആദ്യത്തെ മക്കൾ തന്നെ ജ്യേഷ്ഠനുമായിരുന്ന കായേനും ഹാബേലും അവർ ആരാധനയ്ക്ക് ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ ഹാബേലിൽ ദൈവത്തിന് പ്രസാദമായി, കയേനിൽ ദൈവത്തിന് പ്രസാദമായില്ല. അത് ജ്യേഷ്ഠനായ കായേന് അനിഷ്ടമായി. അവൻ ഹാബേലിനെ കൊന്നു. അങ്ങനെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കാലഘട്ടങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് അബ്രഹാമിൽ നിന്ന് വാർത്തെടുത്ത, അല്ലെങ്കിൽ സമൂഹത്തെ പുറത്തു കൊണ്ടുവന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ. അവരും ദൈവത്തിൽ നിന്നകന്നു പോയി. ആർക്കും കീഴ്പ്പെടാൻ മനസ്സില്ല, വിധേയപ്പെടാൻ മനസ്സില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, അവസാനം നമ്മൾ ദൈവത്തിൻ്റെ തോട്ടമാകുന്ന ദൈവസഭയിലെത്തി. അതിന് കർത്താവ് പേരിട്ടതാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം. ഒടുവിൽ ചിന്തിച്ചു വെച്ചത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ആ ചിന്തയുടെ സമാപനത്തിൽ ദൈവരാജ്യത്തിൽ ഈ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന്, ചാറിൽ നിന്ന് ആ എസൻസ് എടുത്ത്
അവിടെ കോടാനുകോടി ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒടുവിലത്തെ കർത്തൃമേശ, അതോടെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ദൈവം അവരോട് കൂടെ ഇരിക്കും, അവർ ആ ദൈവത്തോടു കൂടെ ഇരിക്കും. ഒരു വലിയ വിളംബരം നടന്നു. ആ വിളംബരം വലിയ ആരവ ശബ്ദത്തോടു കൂടിയാണ്. ഈ ആരവാര ശബ്ദം ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിൽ ഉണ്ടായതായി ബൈബിളിൽ വായിക്കാൻ കഴിയും. വിശേഷ വെളിപ്പാടിൽ വായിക്കാൻ കഴിയും. ഒരു വാക്യം വായിച്ചിട്ട് വരാം. 19:6, വെളിപ്പാട് പുസ്തകം 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഞാൻ കേട്ടത് തകർത്ത ഇടിമുഴക്കം പോലെ, വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. രാജ്യത്വം ഏറ്റിരിക്കുന്നു. യേശു കർത്താവ് രാജ്യത്വം ഏറ്റപ്പോൾ സ്വർഗത്തിൽ പോലും മുഴങ്ങുന്ന ശബ്ദകോലാഹലം പെരുവെള്ളത്തിന് എരിച്ചൽ പോലെയായിരുന്നു, തകർത്ത ഇടിമുഴക്കം പോലെയായിരുന്നു, വലിയ പുരുഷാരത്തിൻ്റെ ആരവം പോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേക കാര്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വലിയൊരു പ്രഖ്യാപനം അഥവാ ഇങ്ങനെ വലിയ വിളംബരം ഉണ്ടാകുകയും അത് ശബ്ദലഹരിയിൽ വരികയും ചെയ്യാറുണ്ട്. ആരാധനയിലോ കൂട്ടായ്മയിലോ വചനധ്യാനത്തിൻ്റെ മുമ്പിലോ ഇപ്രകാരം ഒരു സന്ദർഭം ഉണ്ടാകുന്നെങ്കിൽ ഓർത്തോണം, അത് പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തിയത് കൊണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള ആ ആരാധനയുടെ ഭാഗങ്ങളാണെന്ന് ഓർത്തുകൊള്ളണം. ആകട്ടെ, വെളിപ്പാട് 21:3 വായിച്ചത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. എന്തൊരു പ്രഖ്യാപനം, എന്തൊരു പ്രഖ്യാപനം! ആ പ്രഖ്യാപനം വരുമ്പോൾ മുൻപ് പറഞ്ഞു വെച്ച പ്രകാരം ആദാം നഷ്ടപ്പെടുത്തിയ കുടുംബജീവിതം അഥവാ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ജീവിതം, ഇസ്രായേൽ നഷ്ടപ്പെടുത്തിയ ആ ജീവിതകാലം, അങ്ങനെ കാലാകാലങ്ങളിൽ മനുഷ്യൻ തോറ്റു മാറി ദൈവത്തെ വിട്ടുകളഞ്ഞ കാലം. എന്നാൽ എല്ലാ കാലങ്ങളിലും ദൈവത്തെ അറിയുന്ന ന്യൂനപക്ഷം, ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിച്ചപ്പോൾ ഒരു കുടുംബം ശേഷിച്ചതുപോലെ നോഹയും കുടുംബവും ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വന്നപ്പോൾ ഒരു കൂട്ടം ജനത്തെ ദൈവം വേർതിരിച്ചെടുത്തു. അതാണ് സഭ അംഗങ്ങൾ, അതാണ് പഴയ നിയമ ഭക്തന്മാർ. ഈ രണ്ട് കൂട്ടരോട് ഒന്നിച്ചു ചേരുമ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഏദൻ തോട്ടത്തിൽ ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ അഭിലാഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരോടുകൂടെ സമ്പർക്കം ചെയ്ത് അവരോടുകൂടെ യാത്ര തുടരുക അഥവാ സഞ്ചരിക്കുക. 20 കോടിയിലധികം ദൂതന്മാരുണ്ടെന്ന് പുസ്തകത്തിൻ്റെ കണക്ക് പ്രകാരവും വേദശാസ്ത്രജ്ഞന്മാരുടെ വിവേചനപ്രകാരവും കണ്ടിരിക്കുമ്പോൾ അത്രയും കോടി ദൂതന്മാർ 24 മണിക്കൂർ അവിടെ രാവും പകലുമില്ല, രാവും പകലും കൂടാതെ ദൈവത്തെ ആരാധിച്ചു വരുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവനോടുകൂടെ സംഭാഷണം ചെയ്ത് സല്ലപിച്ച് യാത്ര ചെയ്യാൻ കോണം ദൈവം ഇറങ്ങി വരുന്ന ഉൽപ്പത്തി പുസ്തകം 3:8 വായിക്കുന്ന പ്രകാരം ദൈവം ഇറങ്ങി വന്ന് അവരോടുകൂടെ സഞ്ചരിക്കുന്നവനായിരുന്നു. പക്ഷേ അതെല്ലാം അന്യം വന്നപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോൾ അത് പൂർത്തിയാകുന്നു. വെളിപ്പാട് 21:3 വന്നപ്പോൾ പൂർത്തിയായിട്ട് പറയാൻ ഇതാ ആ പ്രഖ്യാപനം വന്നു, ആ പ്രഖ്യാപനം വന്നു. അതുകൊണ്ട് പ്രിയരെ, നാം ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നു, ദൈവത്തിന് വീടോ? അവന് രാജ്യമല്ലേ? അല്ലെങ്കിൽ അവന് അരമനയല്ലേ? അല്ലെങ്കിൽ അവന് കൊട്ടാരമല്ലേ? അല്ലെങ്കിൽ അവന് ബംഗ്ലാവല്ലേ? മഹാദൈവത്തിന് വീടൊരുക്കാൻ നിങ്ങളാരാണ്? താങ്കളാരാണ്? ഒരുപാട് ധ്വനികൾ നമ്മുടെ മനസ്സിൽ നിരൂപിച്ചു വരാം. പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്ന എത്ര കോടി ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചു കടന്നുപോയി. ഇപ്പോൾ എത്ര കോടി ആൾക്കാർ ജീവിക്കുന്നു? അത് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും
സ്വന്തം പരിചയത്തിനുമല്ല, പഴമയ്ക്കും പാരമ്പര്യത്തിനും പരിചയത്തിനുമല്ല, മറിച്ച് എന്ത് ദൈവം പറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ദൈവത്തോടു കൂടെ അല്ല, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. പുതിയ ലോകം 1-ാം വാക്യം ഒന്ന് വായിച്ചു. 21:1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഓക്കെ, 21:6 കൂടെ വായിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, സംഭവിച്ചു തീർന്നു, സംഭവിച്ചു തീർന്നു. നമുക്കത് മനസ്സിലാക്കാവുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമാപനത്തിലെത്തി. എവിടെ പ്രവൃത്തിയുടെ? ഭൂമിയിലെ ദൈവപ്രവൃത്തിയുടെ സമാപനത്തിലെത്തി. സംഭവിച്ചു തീർന്നു. അതും ഒരു വിളംബരം തന്നെ, ഒരു പ്രഖ്യാപനം തന്നെ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം തുടങ്ങി വെച്ചു, മനുഷ്യനെ തെറ്റിച്ചു, പിന്നെയും തെറ്റിച്ചു. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു പദ്ധതി ഇട്ടു. അത് നേരത്തെ തന്നെ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിലുള്ളതാണ്. ആ പദ്ധതിയാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭ എന്ന് പറയുന്നതിന് ഒരു ചാനലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ദൈവത്തിനൊരു ചാനലേ ഉള്ളൂ. ആ ചാനലിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. മുമ്പേ പോയവൻ്റെ പിന്നാലെ പോകുന്ന ആ ഒരു ചാനൽ. മുമ്പേ പോയവൻ്റെ മുമ്പിൽ കയറി പോവുകയല്ല, മുമ്പേ പോയ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ആ ചാനൽ. ആ ചാനലിൽ കൂടെ പോകുന്നവൻ അവൻ്റെ രാജ്യത്തിലെത്തും. പുതിയ ലോകം, പുതിയ യെരൂശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ മനുഷ്യൻ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അവിടെ എഴുതിയ കാര്യമാണ് പറഞ്ഞത്. ആ വിഭാഗത്തിൽ നിങ്ങൾ കാണുമോ? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ആ പുതിയ ലോകത്തിലെത്തിയപ്പോൾ അത് ദൈവത്തിൻ്റെ വീടാണ്. ദൈവത്തിൻ്റെ വീടാണത്. സ്തോത്രം. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചേ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരമുണ്ട്. ആ നഗരത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. ആ പണി മനുഷ്യനെ കൂട്ടിയിട്ടില്ല. ദൈവം കൂട്ടാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച 2 കൊരിന്ത്യർ 5:1 പൗലോസ്ലീഹായുടെ വെളിപ്പാട് 2 കൊരിന്ത്യർ 5:1 വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന്. ആ കെട്ടിടമാണ് പുതിയ യെരൂശലേം. ദൈവത്തിന്റെ ദാനമായ കെട്ടിടമാണത്. കൈപ്പണി അല്ലാത്തതാണത്. അവിടെ വായിച്ചത് അങ്ങനെയാണ്, കൈപ്പണി അല്ലാത്ത ഭവനം. ആ ഭവനത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഭവനത്തിന് എനിക്ക് അംഗത്വം കിട്ടും. ആ ഭവനത്തിന് എനിക്ക് പ്രവേശനം കിട്ടും. ആ ഭവനത്തിൽ കയറുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, വിശുദ്ധൻ, അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടൊരു കാലത്ത്, ഇവിടെ വിശുദ്ധരായി പറയാൻ ആർക്കാണ് കഴിയുക എന്ന്. അജ്ഞതയുടെ അടിത്തട്ടിൽ നിന്ന് പൊന്തി വരുന്ന ഉറവയാണത്. എന്നാൽ യേശുവിനെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന പിതാക്കന്മാർ, പോയവരായ പിതാക്കന്മാർ, ഇപ്പോൾ ജീവിക്കുന്ന ഭക്തന്മാർ, അവർക്ക് പറയാൻ കഴിയും, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ള വിശുദ്ധനും അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല, അവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നു. നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളെവിടെ കാണുമോ? അതോ ഇതെല്ലാം കേട്ട് നന്നായിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ എന്നാ കേൾക്കാനാന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന അതാണോ നമ്മുടെ ശീലം? കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സംഭവിച്ച് തീർന്നു
എന്ന് പറയുമ്പോൾ ഏതോ കാര്യം ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിക്കഴിഞ്ഞു എന്നത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. യേശു ശിഷ്യന്മാരോട് മാത്രമായി പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:2 3 വാക്യത്തിൽ ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ, പിതാവിനപ്പം എന്തുണ്ട്? ദൈവത്തിന് വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആര് പറഞ്ഞു? അവിടെ നിന്ന് വന്നവൻ പറഞ്ഞു. അതാരാ? യേശു. എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു. എവിടേക്ക് പോയി? അവിടേക്ക് തന്നെ പോയി. എന്നാ പറഞ്ഞു? ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞു. ഒന്നുകൂടി വായിച്ച വാക്യം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഇതിലധികം എന്നാ വേണ്ടേ? എൻ്റെ ബാല്യനാൾ മുതലെന്ന് പറഞ്ഞാൽ യൗവനകാലത്ത് ആരംഭം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊരു നല്ല അറിവ് എനിക്കുണ്ട്. പ്രയോജനമൊന്നുമില്ലെന്നേ ഉള്ളൂ. ഒരൊറ്റയാളും പറഞ്ഞത് നിവർത്തിച്ചിട്ടില്ല. ഒറ്റ പാർട്ടിയും നിവർത്തിച്ചിട്ടില്ല. എല്ലാം ബാക്കി കിടക്കുക. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി അവരൊക്കെ ധന്യരും ധാരാളം ധനമുള്ളവരും ധനശീലരുമായി മാറി. അത് വിടാം. യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ദൈവത്തിന് വീടുണ്ടോ? സ്തോത്രം. അവിടുന്ന് വെളിപ്പെടുത്തുന്നിരിക്കുന്ന വെളിപ്പാട് നോക്കിക്കൂടെ? തിരിച്ചറിഞ്ഞുകൂടെ? തിരിച്ചറിയാഞ്ഞിട്ടല്ലേ ഞങ്ങളിത് പറയുന്നേ? സകല മനുഷ്യർക്കും വേണ്ടി, ഭൂതലത്തിന് വേണ്ടി ദൈവം ചെയ്ത പണികളെ പറയട്ടെ. ദൈവം ചെയ്ത പ്രധാനപ്പെട്ട പണി തൻ്റെ ഓമന മകനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് തന്നു. ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവനെ ഒന്നാമത് തന്നത് അതാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൽ നിന്ന് കേട്ട യേശു ആ വചനം ഇവിടെ തന്നു. അതാണ് വിശുദ്ധ ബൈബിളിൻ്റെ വചനം. മൂന്നാമത് ഇത്രയുമായിട്ടും പോരെന്ന് തോന്നിയ ദൈവം 100% ദൈവത്തിന് തോന്നിയിട്ട് ആ വചനം മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിനെ തന്നു. ഈ ഭൂമിയിൽ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ, തന്നില്ല എന്ന് പറയാൻ. ദൈവം യേശുവിനെ തന്നു, വചനം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. ഇനി അത് എങ്ങനെ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും? ദൈവം അടുത്തൊരു പണി ചെയ്തു. അടുത്ത് ചെയ്ത പണിയാണ് ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, വിശദീകരിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ ഹെഡ് മാസ്റ്ററുടെ കൊച്ചിന് അധ്യാപകൻ വേണമെന്നതുപോലെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ കൊച്ചിന് അധ്യാപകൻ വേണമെന്നതുപോലെ, കളക്ടറുടെ കുഞ്ഞിന് അധ്യാപകൻ വേണമെന്ന് എന്നതുപോലെ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ശുശ്രൂഷകരെ തന്നു. യേശുവിനെ തന്നു, വചനം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, ശുശ്രൂഷകരെ തന്നു. അങ്ങനെ എൻ്റെ ചെവിയിലും എൻ്റെ മുമ്പിലും ഇത് എത്തിച്ചേർന്നു. ഞാൻ മുഖാന്തരം മറ്റു പലരുടെയും മുമ്പിലും ചെവിയിലും എത്തിച്ചേരുകയാണ്. ഇങ്ങനെ അനേകർ മുഖാന്തരമായി അനേകരുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ശുശ്രൂഷകൻ, സുവിശേഷകൻ പണച്ചാക്കുകളല്ല, പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, സുഖജീവിതത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ആഡംബരത്തിന് വേണ്ടിയല്ല, ആർഭാടത്തിന് വേണ്ടിയല്ല, സുഖഭക്ഷണം കഴിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സേവനത്തിന് വേണ്ടി ജനസേവനം ചെയ്യുമ്പോൾ ദൈവം കൽപ്പിച്ച് നിയമിച്ച് ആത്മാവിൽ നിറച്ച് ദർശനം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തുള്ള വിശ്വസ്തത ആവോളം പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന കഠിനമായ പ്രയത്നവും സേവനവുമായിരിക്കാൻ ഓർക്കുക. ദൈവം ഇത്രയും കാര്യം ചെയ്തു. ഇനിയും നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ മറുതലിപ്പാണ്, മത്സരമാണ്, അത് ഗർവാണ്, അഹങ്കാരമാണ്, നിഗളമാണ്. ആ ഭാഗം വിടാം. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം, സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ.
മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. എഫേസ്യർ 2:19 വായിക്കാമോ? എഫേസ്യർ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഓഹോ, ഒന്നല്ല മറ്റൊന്നാണ് നിങ്ങൾ. ഞാൻ നോക്കിയാൽ നിങ്ങളാരാന്ന് അറിയാൻ അതായത് എഫേസ്യർ 1:1 ആരാണ് നിങ്ങൾ? ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. വിശുദ്ധന്മാർക്ക് എഴുതിയതാണത്. വിശുദ്ധന്മാരോട് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ അതല്ല, ഇതാണ്. ഇനി നിങ്ങൾ അതല്ല എന്ന് പറഞ്ഞ അന്യന്മാരല്ല. ഇനി നിങ്ങൾ അതല്ലെന്ന് പറഞ്ഞ പരദേശികളല്ല. ഇനി നിങ്ങൾ അതല്ലെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഭാഗത്ത് ആ ഗ്രൂപ്പിൽ ആ ജനത്തോടു കൂടെ ആ സമൂഹത്തോടുകൂടെയുള്ളവരല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാർ. ഞാൻ പറഞ്ഞ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ മറന്നോ? ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. മുമ്പ് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടും ഇപ്പോൾ പറയാൻ സമയം മതിയാകാത്തതുകൊണ്ടും അവിടെ മരണമില്ല, ദുഃഖമില്ല. ഞാൻ പറഞ്ഞാൽ ചിലർക്ക് സംശയം വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 21-ാം അധ്യായം 4-ാം വാക്യം വായിച്ച്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. കേട്ടോ, മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദുഃഖം, മുറവിളി, കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. പിന്നെ ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന്. സകലവും പുതുതാക്കുന്നു. സകലവും പുതുതാക്കുന്നു. ഈ കാര്യം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു മുന്നറിയിപ്പാകയാൽ, വാക്തത്വമാകയാൽ, അത് നിറവേറാൻ കിടക്കുന്നത് കൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും, ഉണ്ടാകുക തന്നെ ചെയ്യും. 22-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിക്കാം. 22-ാം അധ്യായം 5-ാം വാക്യം. ഇനി രാത്രി ഉണ്ടാകുകയില്ല. രാത്രിയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട്. പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ, വിളക്ക് വേണ്ട. സൂര്യന്റെ വെളിച്ചമോ, സൂര്യൻ വേണ്ട. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. കൊട്ടേഷൻ പറയുന്ന പരിപാടിയല്ല ഇത്. ഊഹാഭോഗമല്ല, സാങ്കല്പികമല്ല, തോന്നലുകളല്ല, ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള അബദ്ധധാരണകളല്ല. സംഭവിക്കും, ഉണ്ടാകും, അങ്ങനെ സാധ്യമാകും. അതുകൊണ്ട് അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് പറയുന്ന പ്രഭുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ യേശുവിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ സമാധാനത്തിൻ്റെ പ്രഭു. യേശുവിനിട്ട് കൊടുത്ത ഒരു പ്രവാചക ഭാഷയിലുള്ളൊരു ഒരു പേരാണ് സമാധാന പ്രഭു. അപ്പോൾ യേശു സമാധാന പ്രഭുവാണെങ്കിൽ പ്രഭുക്കന്മാരായിരിക്കേണ്ടവരായ അവൻ്റെ ജനത്തിന് ഇവിടെ കൊടുത്താണ്. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. രാജാക്കന്മാരായിരിക്കും. നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ട, നരകത്തിൽ കിടന്ന് ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കേണ്ട, നരകത്തിൽ കിടന്ന് അയ്യം വിളിക്കേണ്ട, കൈകാലിട്ടടിക്കേണ്ട, നൈമിഷികമായ, നശ്വരമായ, ക്ഷണഭംഗുരമായ, താൽക്കാലികമായ ഈ അല്പകാലത്തെ ജീവിതത്തിൻ്റെ ചണ്ടിക്കൂമ്പാരത്തിൻ്റെ പുറകെ നടന്ന് കാലം പോക്കണ്ട. ഇടത്തുള്ളവരും വലത്തുള്ളവരും മുമ്പുള്ളവരും പിറകിലുള്ളവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ളവരല്ല ഈ ജനം. ഈ ജനം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാ. അവർക്ക് സകലത്തിനും വേർപാടുണ്ട്, സകലത്തിനും വേർപാടുണ്ട്. സകലത്തിനും അവർക്ക് അവരെ തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഇതിനകത്ത് കിടപ്പുണ്ട്. കൽപ്പന. ദൈവം വിശുദ്ധനാകയാൽ അവൻ്റെ ജനം വിശുദ്ധരായിരിക്കണം. പ്രവാചകൻ പറഞ്ഞു, ബിലെയാം എന്ന പേരായ പ്രവാചകൻ പറഞ്ഞു, ഇതാ
തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ജാതികളുടെ കൂട്ടത്തിൽ, മറ്റ് സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ അവരെ പോലെ പറഞ്ഞ്, അവരെ പോലെ സഞ്ചരിച്ച്, അവരെ പോലെ തിന്ന്, അവരെ പോലെ കുടിച്ച്, അവരെ പോലെ സംസാരിച്ച് ജീവിച്ച് കാലം കഴിക്കുന്ന വെറും ചപലകളല്ല നമ്മൾ. ചപലകളല്ല, മറിച്ച് നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായൊരു നിലപാടുണ്ട്. നമ്മുടെ നിലപാട് ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് ചുറ്റും വേലി ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വത്താണത്. സ്വർഗത്തിൻ്റെ സത്താണത്. സ്വർഗത്തിൻ്റെ സത്താണ് നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ സ്വത്താണത്. ആ ഇതിൻ്റെ യഥാർത്ഥ കോപ്പി അവിടെയുണ്ട്. അത് യോഹന്നാൻ അപ്പോസ്തലനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്ന കാര്യത്തിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. സമയമായി, നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആമേൻ. ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. എവിടെ തുടങ്ങി? യാതനയിൽ തുടങ്ങി. ആര് തുടങ്ങി? ആദാം തുടങ്ങി. തലമുറ വഴുതിപ്പോയി. അവരുടെ സമൂഹത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ ദൈവം വേർതിരിച്ചെടുത്തു. അവസാനത്തെ പണി ഈ മന്ദിരത്തിൻ്റെ പുതിയ യെരൂശലേമിൻ്റെ പണി ആരെയും ഏൽപ്പിക്കാതെ ശില്പിയായി നിർമ്മിക്കാൻ ദൈവം തന്നെ തയ്യാറായി. നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യമാണത്. അതുകൊണ്ട് 2400 കിലോമീറ്റർ നീളവും 2400 കിലോമീറ്റർ വീതിയും 2400 കിലോമീറ്റർ ഉയരവുമുള്ള ആ വലിയ ബ്രഹ്മാണ്ഡം പോലെയുള്ള ആ സൗധം ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന് നടപ്പാത പോലും ഇന്ന് ഭൂമിയിലെങ്ങും കിട്ടാത്ത വിധത്തിലുള്ള സ്വർണത്തിൻ്റെ തങ്കം കൊണ്ട് വിരിച്ചിരിക്കുന്ന രാജവീതിയിൽ കൂടിയാണ് നടക്കുന്നത്. സ്വർണ്ണ സ്വച്ഛ സ്ഫടിക തുല്യമായ രാജവീതി. സ്വർണ്ണ സ്വച്ഛ സ്ഫടിക തുല്യമായ രാജവീതി. ആ രാജവീതിയിൽ കൂടെ നടക്കാനുള്ളവരോ ആയതുകൊണ്ടാണ് ഇത്രയും കടന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വിധത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങൾ ഇത്രയും ആവേശത്തോടെ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അവിടേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എവിടേക്ക്? ദൈവരാജ്യത്തിലേക്ക്. എവിടേക്ക്? കർത്താവിൻ്റെ ഭവനത്തിലേക്ക്. എവിടേക്ക്? രാജാക്കന്മാരുടെ പദവിയിലേക്ക്. എവിടേക്ക്? മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ ദൈവിക വീട്ടിലേക്ക് പോകാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം കേട്ട മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ ഒരാൾ പോലും അങ്ങയുടെ രാജ്യത്തിൽ നിന്ന് അന്യം വന്നു പോകാനിട വരരുത്, നഷ്ടപ്പെട്ടു പോകാനിട വരരുത്. ഞങ്ങളെ സന്ദർശിച്ച സ്നേഹം, ഞങ്ങളുടെ മേൽ പകർന്ന കരുണ, കൃപ, ആത്മാവ്, ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ വചനം ദൈവമായ കർത്താവെ അവർക്കെല്ലാവർക്കും വെളിപ്പെടുത്തണമേ. ദൈവം അവർക്ക് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു. യേശുവിനെ കൊടുത്തെന്നും വചനം കൊടുത്തെന്നും പരിശുദ്ധാത്മാവിനെ കൊടുത്തെന്നും അത് വിശദീകരിച്ചു കൊടുക്കാൻ ശുശ്രൂഷന്മാരെ കൊടുത്തെന്നും ഇത്രയും സ്നേഹത്തിൻ്റെ സഹതാപം തോന്നിയ കർത്താവേ, അനുകമ്പ തോന്നിയ കർത്താവേ, അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും അവിടെ ഇടപെട്ട് ഞങ്ങളനുഭവിക്കുന്ന സമാധാനം, സ്വസ്ഥത, ഞങ്ങളനുഭവിക്കുന്ന ആശ്വാസം, പ്രത്യാശ ഈ കേൾവിക്കാരായ എല്ലാവർക്കും നൽകണമേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധന്മാരെ ചേർക്കേണ്ടതിന് വേണ്ടി രണ്ടാമതും വേഗത്തിൽ പ്രത്യക്ഷനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.